എനിക്ക് ഇടയ്ക്കിടെ തലചുറ്റലുണ്ടാകുന്നുണ്ട്. തീരെ വയ്യാതായപ്പോ ജയേട്ടനും ആദർശും കൂടി ദേവയാനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവരെ പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ വന്ന് ആദർശിനോടും അച്ഛനോടും സംസാരിക്കുവാണ്. ദേവയാനിയുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. പഴയതുപോലെ ദേവയാനിക്ക് ഇനി എഴുന്നേറ്റ് നടക്കാനൊന്നും സാധിക്കില്ല. അവരുടെ കൈയും കാലും ഒക്കെ തളർന്നു പോയിരിക്കുന്നു. നിങ്ങള് ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലും ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാനാവില്ല. അങ്ങനെ ഡോക്ടർ പറയുന്നത് കേട്ട് ആദർശും അവന്റെ അച്ഛനൊക്കെ ആകെ വിഷമിക്കുവാണ്. ഡോക്ടർമാർ എഴുതി തള്ളിയതോടെ അവര് ദേവയാനിയെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ദേവയാനിയുടെ ജീവിതം ഇനി ബെഡിൽ തന്നെ ആയിരിക്കുമെന്ന് അതറിഞ്ഞ് നയനക്കും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് സങ്കടാവുകയാണ്. ഈശ്വരൻ തരുന്ന ശിക്ഷ ഇത്. ദേവയാനി നയനമോളോട് കാണിച്ച ക്രൂരതയ്ക്ക്. അങ്ങനെയൊക്കെ മുത്തശ്ശൻ പറയുമ്പോ ഇനി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു ഹോം നഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ ഒരു കുറവുമില്ലാതെ നോക്കിക്കൊള്ളാം. ഇനി ഞാൻ അമ്മയുടെ മുറിയിലാ കഴിയുന്നത് എന്നൊക്കെ നയന അവർക്ക് മറുപടി കൊടുക്കുവാണ്. അങ്ങനെ നയന ദേവയാനിയെ പരിചരിക്കാനായി അമ്മയുടെ റൂമിലേക്ക് പോവാണ്. ദേവയാനിക്ക് കൃത്യസമയത്ത് മരുന്നും ഫുഡും ഒക്കെ എടുത്തു കൊടുത്ത് നയന അവരെ കെയർ ചെയ്യുന്നുണ്ട്. അനാമികയും അവരുടെ പാരന്റ്സും ഒക്കെ ദേവയാനിയെ നോക്കാനായി ആ റൂമിലേക്ക് വരുവാണ്. എന്നാലും വല്ലാത്തൊരു വിധിയായിപ്പോയി വേണു കേട്ടാ. ആദർശിന്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ. അങ്ങനെ രേവതി പറയുമ്പോ അതെ അതെ, ഇനി ഒരിക്കലും ആദർശിന്റെ അമ്മ പഴയതുപോലെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്നല്ലേ ഡോക്ടർമാര് പറയുന്നത്. വല്ലാത്ത കഷ്ടമായി പോയി എന്ന് പറയുവാണ് വേണു. അനാമിക മോളെ, നീ കുറച്ചുനാള് ദേവയാനിയെ പരിചരിച്ച് ഇവിടെ നിൽക്ക്. അപ്പൊ എല്ലാവർക്കും മോളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ രേവതി മകളെ ഉപദേശിച്ചു കൊടുക്കുവാണ്. എനിക്കൊന്നും വയ്യാമേ ഈ തള്ളയെ പരിചരിക്കാൻ. ഇത്രയും നാള് വല്യമ്മയെന്ന് വിളിച്ച് ഞാൻ ഇവരുടെ അടുത്ത് കൂടിയതൊക്കെ എന്റെ വെറും നാടകമായിരുന്നു. ആ നയനാന്ന് പറയുന്നവൾക്ക് പണി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ തള്ളയോട് ഞാൻ സ്നേഹം കാണിച്ചത്. ഇനി ഈ തള്ള തിരിച്ച് ജീവിതത്തിലേക്ക് വരില്ല. ഇവരിങ്ങനെ തളർന്നു തന്നെ കിടക്കും. എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല. ഇനി ഇവരെ എന്തിനു കൊള്ളാം? ഇവരെ ആ നയന തന്നെ നോക്കിക്കോട്ടെ. എന്നെ അതിന് കിട്ടില്ലമ്മേ. അങ്ങനെ അനാമിക അവളുടെ അമ്മയോട് പറയുന്നത് ദേവയാനി ബെഡിൽ കിടന്ന് കേൾക്കുവാണ്. അനാമിക മോളെ, ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാ സ്നേഹിച്ചത്. അവളുടെ മനസ്സിലിരിപ്പ് ഇതൊക്കെയായിരുന്നോ? എനിക്കൊരാപത്ത് വന്നപ്പോഴാണ് ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും, ആരൊക്കെ എന്നെ തള്ളിക്കളയുമെന്ന് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ദേവയാനിയുടെ കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നയന ഓടി വരുവാണ്. അയ്യോ അമ്മ എന്തിനിങ്ങനെ കരയുന്നേ? ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ചിട്ടാണോ? അമ്മയുടെ അസുഖമൊക്കെ ഉടനെ മാറും. ഞാനില്ലേ അമ്മയുടെ കൂടെ. അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഞാനും 44 ദിവസം വ്രതം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയെ ആശ്വസിപ്പിക്കുവാണ് നയന. അങ്ങനെ നയനയുടെ നല്ല മനസ്സ് ദേവയാനി തിരിച്ചറിയുകയാണ്. ദേവയാനിയെ ഒരു വീൽ ചെയറിലിരുത്തി വീടും പരിസരങ്ങളൊക്കെ നയന ചുറ്റി കാണിക്കുന്നുണ്ട്.